കുറച്ച് സാരം വിട്ടിരിപ്പുണ്ട്. നമുക്ക് അതിനെ അങ്ങോട്ട് ഉപ്പിലിട്ടാലും. ഇപ്പം നമുക്ക് ഈ ഉള്ള കാന്താരി അങ്ങ് പറിക്കാം. ഇപ്പം നമ്മൾ ഉപ്പിലിടുന്ന ഐറ്റങ്ങൾ പൈനാപ്പിള്, മാങ്ങ, കുറച്ച് ക്യാരറ്റ്, നെല്ലിക്ക. ഇനി അടുത്ത മാങ്ങ എടുക്കാം. ഇത് നല്ലപോലെ കഴിയല്ലേ ക്യാരറ്റ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ വെള്ളമായി ഒന്നും കാണാതെ തുടച്ചെടുക്കണം. നല്ലപോലെ തുടച്ചെടുക്കണം. നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. ഇനി അത് ഒന്ന് വാർന്നെടുക്കണം. ശംല നെല്ലിക്ക റെഡിയാക്കട്ടെ. അപ്പോൾ നമുക്ക് ക്യാരറ്റ് എടുക്കാം. ഈ രീതിക്ക് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. അടുത്തായിട്ട് മാങ്ങ എടുക്കുന്നത്. ഉപ്പിലിട്ടതിൽ ഏറ്റവും ബെസ്റ്റ് മാങ്ങ ഉപ്പിലിടുന്നത്, പ്രത്യേകിച്ച് പുളിയം മാങ്ങ. അപ്പോൾ മാങ്ങ എല്ലാം ഇതേപോലെ ഒന്ന് പുളി വെച്ചിട്ടുണ്ട്. ഇതേപോലെ പൈനാപ്പിളിൻ്റെ തൊലിയെല്ലാം ചെത്തിയിട്ട് രണ്ടായിട്ടും കൂടെ മുറിക്കും. ഉപ്പിലിടാനുള്ള ഐറ്റങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 പാത്രം അടുപ്പത്തോട്ട് വെക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നെല്ലിക്കായ്ക്കുള്ളതും ഇത് നമ്മൾ പൈനാപ്പിളും ക്യാരറ്റിനും മാങ്ങായ്ക്കും ഒക്കെ ഉള്ള വെള്ളമാണ്. രണ്ടായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ നമുക്കറിയാമല്ലോ ഉപ്പിലിട്ടെന്ന് പറഞ്ഞാൽ ഉപ്പ് തന്നെയാണ് അതിനകത്ത് മുന്നിട്ട് നിൽക്കേണ്ടത്. അല്പം ഉപ്പ് ഇട്ടുകൊടുക്കും. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇടാം അല്ലേ? കൂടുതൽ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് ഇടാം. 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തിട്ട് നമ്മൾ 1, 2, 5, 6 ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. കാന്താരി മുളക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇപ്പോൾ ഇത് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഈ നെല്ലിക്ക ഇങ്ങോട്ട് ഒന്ന് അടച്ചു വെക്കുക. ഇത് നമ്മൾ അടുപ്പത്തൊന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ വെള്ളവും നല്ലപോലെ അത് തിളയായിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് നിർത്താം. നല്ല വെള്ളം തണുക്കട്ടെ. ഒരല്പം പോലും വെള്ളമായി ഇല്ലാതാണ് ഇത് നമ്മൾ ഉണക്കിയൊക്കെ എടുത്തിരിക്കുന്നത്. നെല്ലിക്ക ഇടാറുള്ളതാണ്. ഇപ്പോൾ നമ്മളെ കൈയൊന്നും പൊള്ളുന്നൊന്നുമില്ല. ഈ വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു. ഈ വെള്ളം ഒരു കപ്പിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്കൊട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഉപ്പിലിട്ടത് റെഡിയായി അല്ലേ? അപ്പം നമുക്ക് വീട്ടിൽ ഒരല്പസമയം മെനക്കെട്ടാൽ നല്ല ടേസ്റ്റോട് കൂടി ഇതേപോലെ ഉപ്പിലിട്ട് റെഡിയാക്കാം.